നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള PSC പരീക്ഷകളുടെ ടെന്റേറ്റീവ് ആനുവൽ കലണ്ടർ PSC പുറത്തിറക്കിയപ്പോൾ അതിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിംസ് പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കുമെന്ന കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലുമാണ്. അപ്പോൾ പ്രിലിംസിന്റെ സിലബസ് എന്താണെന്നുള്ളത് ഓൾറെഡി നമുക്ക് ധാരണയുണ്ട്. വർഷങ്ങളായിക്കൊണ്ട് ഒരു പ്രിലിംസിന്റെ സിലബസ് തന്നെയാണ്. പക്ഷേ മെയിൻസ് പേപ്പർ 1 പേപ്പർ 2 എന്നിങ്ങനെ 2 പേപ്പറാക്കി മാറ്റുമെന്നുള്ളതും അതിൽ പേപ്പർ 1ഉം പേപ്പർ 2ന്റെയും പുതിയ സിലബസ് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നും PSC പറഞ്ഞിരുന്നു. അതേപ്രകാരം പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഗ്രി ലെവൽ കണ്ടന്റുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ദിവസം വ്യത്യസ്ത കണ്ടന്റുകൾ, അത് SI ആവട്ടെ അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് ആവട്ടെ, അത്തരത്തിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളുമായി പഠിക്കുന്ന ക്ലാസ്സുകളും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പരീക്ഷ എന്തായാലും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ്. അതിന്റെ പേപ്പർ 1 എന്താണ്? പേപ്പർ 1ന്റെ സിലബസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഈ സിലബസ് പ്രകാരം ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് KPSC അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ പേപ്പർ 1 ടോട്ടൽ 100 മാർക്സ് ആണ്. ഡീറ്റെയിൽ സിലബസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ സിലബസിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ സിവിക്സ് ഉൾപ്പെടുത്തിയിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ പോർഷൻസ് എല്ലാം നമ്മുടെ പേപ്പർ 2ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഹിസ്റ്ററി 7 മാർക്കിനാണ്, ജോഗ്രഫി 7 മാർക്കിന്, എക്കണോമിക്സ് 7 മാർക്കിന്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന 7 മാർക്കിന്, ഫിസിക്സ് 7 മാർക്കിനാണ്, കെമിസ്ട്രി 7 മാർക്കിന്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ 8 മാർക്കിന്, സ്പോർട്സ് 3 മാർക്കിന്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 6 മാർക്കിന്, സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി റീസണിംഗ് 15 മാർക്കിന്, ഇംഗ്ലീഷ് 13 മാർക്കിന്, മലയാളം 13 മാർക്ക്, ടോട്ടൽ 100 മാർക്സ് ആണ്. നമ്മൾ സാധാരണ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസ് എന്താണോ, PSCയുടെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസ് എന്താണോ, ആ സിലബസിലെ ഹിസ്റ്ററി, ജോഗ്രഫി ആ കണ്ടന്റിൽ തന്നെ യാതൊരു മാറ്റവും ഇല്ല. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് തുടങ്ങി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 എന്ന് പറയുന്ന സാധാരണ PSCയുടെ ആ ഒരു കേരള ഹിസ്റ്ററിയുടെ സിലബസിലുള്ള എല്ലാ കണ്ടന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇന്ത്യ ഹിസ്റ്ററി, അതുപോലെ തന്നെയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിലും കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. ജോഗ്രഫി തൊട്ട് താഴോട്ട് ഈ പറയുന്ന ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, എക്കണോമിക്സ് ആവട്ടെ, എല്ലാത്തിലും അതുപോലെ തന്നെയാണ്. ഇവിടെ ആകെയുള്ള മാറ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിക്സ് എന്ന് പറയുന്ന പോർഷൻ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, പകരം സിവിക്സുമായി ബന്ധപ്പെട്ട കുറേയധികം കണ്ടന്റുകൾ നമ്മുടെ പേപ്പർ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോർഷനും ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷനും വലിയൊരു ഭാഗം നമ്മുടെ പേപ്പർ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര മാത്രമാണ് പേപ്പർ 1ൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പേപ്പർ 2ന്റെ സിലബസ് ആണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് സെക്രട്ടറിയേറ്റ് KPSC അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ പേപ്പർ 2 ടോട്ടൽ 100 മാർക്സ്. ഇതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ടൈറ്റിലിന്റെ പേര്. ഓക്കെ, അതിൽ മൊഡ്യൂൾ 1 10 മാർക്കിനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 10 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? അഡ്മിനിസ്ട്രേഷൻ, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 1ൽ 10 മാർക്ക്, മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെയും 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മൊഡ്യൂൾസ് മാത്രമാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു യൂണിറ്റ് ആയി കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 3ാമത്തെ മൊഡ്യൂളായി കൊടുത്തിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിൽ 12 മാർക്കാണ്. ഓക്കെ, പിന്നീട് അടുത്ത് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ 2 മൊഡ്യൂളിൽ നിന്ന് മാത്രമായിക്കൊണ്ടും 20 മാർക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെയാണ് സാധാരണ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിക്കൊണ്ട് ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനൊക്കെ പഠിക്കുന്ന ആ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓക്കെ, അങ്ങനെ തുടങ്ങി താഴോട്ട് ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ പോർഷൻസ് വരെയുള്ള അതായത് പാർലമെന്റും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും രാജ്യസഭയും അതുപോലെ തന്നെ യൂണിയൻ, അതുപോലെ തന്നെ ആണെങ്കിൽ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഗവർണർ, പിന്നെ PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ജുഡീഷ്യറി ഉൾപ്പെടുന്ന ആ മുഴുവൻ പോർഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സേലിയൻ ഫീച്ചേഴ്സ് തൊട്ട് ജുഡീഷ്യറി വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2ാമത്തെ ഘട്ടത്തിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് കുറച്ച് പുതുമയുള്ള കണ്ടന്റാണ് കൊടുത്തിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, ഓക്കെ, ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്, കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ഫിനാൻഷ്യൽ റിലേഷൻസ്, സർവീസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ഓക്കെ, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, ലോക്കൽ ഗവൺമെന്റ്, പഞ്ചായത്ത് രാജ് സിസ്റ്റം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു 73rd ആൻഡ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു 74th അമെൻഡ്മെന്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കോമ്പോസിഷൻ, powers, functions, electoral process,
ടൈപ്സ് ഓഫ് എമർജൻസി, ഗ്രൗണ്ട്സ്, പ്രൊസീജിയർ, ഡ്യൂറേഷൻ ആൻഡ് എഫക്ട്സ്, അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, മീനിങ്, പ്രൊസീജിയർ, ലിമിറ്റേഷൻസ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട നല്ല രീതിയിൽ ആഴത്തിൽ പഠിക്കാനുള്ള നല്ല കണ്ടന്റ് നമുക്ക് അവൈലബിൾ ആവുന്ന 2 ടോപ്പിക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ 2 ടോപ്പിക്സിന് വേണ്ടി മാത്രം 20 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റായി കൊടുത്തിരിക്കുന്നത് കേരളമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പെർട്ടിക്കുലർലി കേരളമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കേരള മോഡൽ ഇക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പോർഷൻ തന്നെയായിരുന്നു. ഇതിൽ 5, 6 അങ്ങനെ 2 യൂണിറ്റ്സ് ആക്കി മൊഡ്യൂൾസ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കേരളാസ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് 15 മാർക്കും, അതുപോലെ തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 15 മാർക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്കഴിഞ്ഞ LSG സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 2-ൽ 15-ൽ കൂടുതൽ മാർക്കുകൾ, 20ഓളം മാർക്കുകൾ എക്കണോമിക്സ് പോർഷനുമായി വന്നു എക്കണോമിക്സിൽ നിന്ന് വന്നു എന്നുള്ള ഒരു കാര്യം എല്ലാവരും പറഞ്ഞിരുന്നു അല്ലെ. എക്കണോമിക്സ് ആയിരുന്നു ഏറ്റവും ടഫ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കേരള ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കേരള മോഡൽ ഇക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തന്നെ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് 30 മാർക്കിന് സിലബസിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ളത് കണ്ടറിയണം. വളരെ നല്ല രീതിയിലുള്ള സിലബസാണ്, ഡെപ്തിലുള്ള സിലബസാണ് കൊടുത്തിരിക്കുന്നത്. കേരളാസ് ഇക്കോണമി സിൻസ് ദി ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഗ്രോസ് domestic product, economic growth, per capita income, resource mobilization, tax and non-tax revenue, public expenditure, decentralized planning, policies, development programs, agricultural crops, land use pattern, land reforms, food security, industry, MSMEs, energy sectors, infrastructure, service sector, health, കെയർ ഇക്കോണമി, മൈഗ്രേഷൻ, ടൂറിസം, എഡ്യൂക്കേഷൻ, ICT. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണിത്. അതേപോലെ തന്നെ കുറച്ച് കണ്ടന്റ് പക്ഷെ 15 മാർക്കിന്. ഏതൊക്കെയാണ്? കേരള മോഡൽ ഡെവലപ്മെന്റ്, ഓക്കെ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, അതിന്റെ എവല്യൂഷൻ, സിഗ്നിഫിക്കൻസ്, ഫീച്ചേഴ്സ്, പിന്നെ അഡൾട്ട് ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി, ഇൻഫാന്റ് മൊർട്ടാലിറ്റി, ബർത്ത് റേറ്റ്, റീസൺസ്, ചലഞ്ചസ്, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇനീക്വാളിറ്റി, ജെൻഡർ ഗ്യാപ്പ്, ഏജിങ്, വിമൻ എംപവർമെന്റ് പ്രോഗ്രാംസ്, നോളജ് ഇക്കോണമി, സ്റ്റാർട്ടപ്സ്, ബ്രെയിൻ ഗെയിൻ. വളരെ വളരെ പ്രധാനപ്പെട്ട റെലവെന്റ് ആയിട്ടുള്ള കുറെ കണ്ടന്റ് ഈ ഒരു കേരള ഇക്കോണമിയിൽ 2ാമത്തെ യൂണിറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിന് 15 മാർക്കാണ്. ഓക്കെ, പിന്നെ 3ാമത്തെ യൂണിറ്റ് ആയി വന്നിരിക്കുന്നത് എൻവിയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജർ എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ് ആണ്. ഇതിലും 2 മൊഡ്യൂൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 7ഉം 8 മൊഡ്യൂൾസ്. ഓക്കെ, അല്ല 9. ഓക്കെ, ഇതില് ഈ ഒരു ഭാഗത്ത് 10 മാർക്കിനാണ് 7ാമത്തെ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി അങ്ങനെ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 8-ലാണെങ്കിൽ 10 മാർക്കിനുണ്ട് ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനി എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമ്മൾ സിവിക്സിന്റെ ഭാഗമായിട്ട് മുമ്പ് പഠിച്ചിരുന്ന പല കാര്യങ്ങളും ഒക്കെ അവിടെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പഠിക്കായിരുന്നു. അതിനെ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് മാറ്റി വേറെ തന്നെ ഒരു പോർഷൻ ആക്കിയിട്ട് ഒരു മൊഡ്യൂൾ ആക്കി തന്നെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. 10 മാർക്കിന് കണ്ടന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ 9ാമത്തെ മൊഡ്യൂൾ ആയിക്കൊണ്ട് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതിന് സെപ്പറേറ്റ്ലി 10 മാർക്സ് തന്നിട്ടുണ്ട്. ഇ ഗവേണൻസ് എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ LSG സെക്രട്ടറിക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവേണൻസ്, ചലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ് അങ്ങനെ തുടങ്ങി 10 മാർക്ക്, IT ആക്ട് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. LSG സെക്രട്ടറിയുടെ സിലബസിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ഈ ഒരു സിലബസിലുണ്ട്. ഓക്കെ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോർഷനിൽ മാത്രം ഒക്കെ ഒരു സാമ്യം തോന്നുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിലബസ് തന്നെയാണ്. അപ്പോൾ ആഴത്തിലുള്ള പഠനം ഇതിന് വേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പരീക്ഷ ആകുമ്പോഴേക്കും ഓക്കെ ഇതിന്റെ കണ്ടന്റ് ചലഞ്ചർ ആപ്പിൽ ലഭ്യമായിരിക്കും. ഇത് നമുക്ക് ഇഗ്നോ ഉൾപ്പെടെയുള്ള ഓക്കെ വിവിധ റെഫറൻസ് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ UPSCക്കോ മറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഫർ ചെയ്യുന്ന ഒട്ടനവധി റെഫറൻസ് പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്ന സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള റെഫറൻസ് പുസ്തകങ്ങളുണ്ട്. അതെല്ലാം റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. ഏതൊക്കെ റെഫറൻസ് പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതാണ് സിലബസ് എന്ന് മനസ്സിലാക്കാം. നിലവിൽ ഈ സിലബസ് ഓറിയന്റഡ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ജൂലൈ മാസങ്ങളിലാണ് നമ്മുടെ പ്രിലിംസ് പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. ആ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക. പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ മെയിൻസിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് സമയം കിട്ടും. ആ സമയം ആകുമ്പോഴേക്കും ഇതിന്റെ കണ്ടന്റ് തയ്യാറായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. ചലഞ്ചർ ആപ്പിൽ ഇംഗ്ലീഷ് ബാച്ചും മലയാളം ബാച്ചും ലഭ്യമാണ്. അതായത് ഇംഗ്ലീഷിൽ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷിൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്ത ഇംഗ്ലീഷ് ബാച്ചും മലയാളത്തിൽ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്ത മലയാളം ബാച്ചും ലഭ്യമാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.